എൻ്റെ പേര് ആനി ജേക്കബ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിലെ വെറ്റിലപ്പാറ സെൻ്റ് അഗസ്റ്റിൻ ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ കഴിഞ്ഞ മാസം ജൂലൈ 27-ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ടായിരുന്നു. ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു 90 ഡേയ്സിൻ്റെ ഉള്ളിൽ സാക്ഷ്യം ഇവിടെ വന്ന് പറയുമോ എന്ന് ചോദിച്ചു. ഞാൻ തലയാട്ടി. ഞാനിവിടെ വന്ന് ഉടമ്പടി നിയോഗം എഴുതി വെച്ചത് എനിക്ക് ബ്രസ്റ്റിനൊരു ലെമ്പ്, കൈക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 17-ാം തീയതി മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് MR മാമോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള സ്കാനിങ് എടുത്തു. സ്കാനിങ് എടുത്ത് അന്ന് റിപ്പോർട്ട് കിട്ടിയില്ല. പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു, പിറ്റേ ദിവസവും കിട്ടിയില്ല. മൺഡേ ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് കോഴിക്കോട് തന്നെ. അപ്പം മൺഡേ ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് തന്നെ അവർ വിളിച്ചിട്ട് ചോദിച്ചു ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ വീട്ടിൽ നിന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിട്ടില്ല. അപ്പം ചൊവ്വാഴ്ച ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കഴിഞ്ഞിട്ട് ഉടമ്പടി ധ്യാനം കൂടി. അത് കഴിഞ്ഞിട്ട് പിന്നെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് അത്യാവശ്യമായിട്ട് USG എടുക്കാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ USG എടുത്തു. USG എടുത്തു കഴിഞ്ഞ് ആദ്യം ഒരു ഡോക്ടർ വന്നെടുത്തു. ഡോക്ടർ എടുത്തു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ക്യാൻസറിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. രണ്ടാമത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചുകൊണ്ട് വന്നു. ആ മേഡം സ്ക്രീൻ ചെയ്തു. ആ മേഡം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം റിപ്പോർട്ട് അന്ന് വൈകുന്നേരം കിട്ടി. വൈകുന്നേരം കിട്ടിയപ്പം എൻ്റെ റിപ്പോർട്ടിലെന്ന് പറയുന്നത് ഇറുഗുലർ സ്പൈക്കുലേറ്റഡ് മാസ് 2/3 പൊസിഷൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു റിപ്പോർട്ട് വന്നത്. അതിനുശേഷം 27-ന് ബയോപ്സി പറഞ്ഞു. ബയോപ്സി പറഞ്ഞ് അതിൻ്റെ റിപ്പോർട്ടും ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഇതായത്. പക്ഷേ പൂർണ്ണമായിട്ടും നെഗറ്റീവ് ആയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ ബ്രസ്റ്റിൽ തേക്കുമായിരുന്നു. ഈ കഴിഞ്ഞ 16-ാം തീയതി ആയിരുന്നു എൻ്റെ സർജറി. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് വെച്ചായിരുന്നു എൻ്റെ സർജറി നടന്നത്. സർജറിയുടെ സമയത്ത് ട്യൂമർ റിമൂവ് ചെയ്തു. ആ ട്യൂമർ മാലിഗ്നൻ്റ് എന്ന് പറഞ്ഞ ട്യൂമറായി വന്നത് സർജറി കഴിഞ്ഞ് ബയോപ്സിക്ക് വിട്ട് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പം എൻ്റെ റിപ്പോർട്ടിൽ ബിനയെന്നും പറഞ്ഞിട്ട് മാറി. അതായത് 10 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയുമുള്ള വലിയ ട്യൂമർ സാധാരണ ക്യാൻസർ അല്ലാത്ത ഒരു ട്യൂമറായിട്ട് എനിക്ക് അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് അനുഗ്രഹിച്ച് മാറ്റി തന്നു. കോടാനുകോടി നന്ദി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന്. പിന്നെ സർജറി കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ടുള്ളൂ. എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയുടെ ഹസ്ബൻഡ് ഇപ്പോൾ ICUവിലാണ്. അപ്പോൾ ഞാൻ ആ കുട്ടീനെയും കൊണ്ട് വന്നതാണ്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു നേഴ്സായ സ്ഥിതിക്ക് ഞാൻ ഒരുപാട് പേരുടെ അമ്മയുടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിനെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ അടുത്ത സാക്ഷി എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറിലോ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഡെയിലി വെർട്ടിക്കോയും സ്റ്റെമറ്റിലും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അതും ഇപ്പം 1 വർഷമായിട്ട് പൂർണ്ണമായിട്ടും മെഡിസിൻ എടുക്കുന്നതേ ഇല്ല. അതും പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. പിന്നെ ഞാൻ കഴിഞ്ഞ മാസം എനിക്ക് വന്നപ്പോൾ ഇവിടെ ജോസഫ് അച്ഛൻ വെഞ്ചരിച്ച് തന്ന കാശിരൂപമാണ് ഈ കാശിരൂപം. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നടന്ന് പുതിയ സ്റ്റാൻഡ് വരെ എത്തിയപ്പോഴത്തേനും എൻ്റെ കയ്യിൽ നിന്ന് കാശിരൂപം നഷ്ടമായി. ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി ഓടിയപ്പം. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ കയ്യിൽ നിന്ന് കാശിരൂപം നഷ്ടമായിട്ട്. ഞാൻ 3-4 ദിവസം പുറകെ അന്വേഷിച്ചു പോയി. നടന്ന വഴി കൂടെ മുഴുവൻ പോയി, എനിക്ക് കിട്ടിയില്ല. എൻ്റെ സർജറിയുടെ തൊട്ട് മുമ്പ്, അതായത് 2 ദിവസം മുമ്പ് ഈ കാശിരൂപം എൻ്റെ അത്ഭുതകരമായിട്ട് എൻ്റെ ബാഗിൽ കിടക്കുകയാണ്. അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സാക്ഷിയാണ്. കാരണം ഞാൻ അമ്മയോട് അത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ കാശിരൂപം തിരിച്ചു കിട്ടണം. കാരണം എനിക്ക് അത്രയും വെഞ്ചരിച്ച് കയ്യിൽ തന്ന ഇത് കാശിരൂപമാണ്. എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഇത് കിട്ടുമ്പം. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. സർജറിയുടെ അന്നും ജനറൽ അനസ്തേഷ്യ ആയിരുന്നു. അന്ന് രാവിലെ ഞാൻ കുർബാന സ്വീകരിച്ചിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയത്. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി.